ഈ 6 സ്വഭാവമുള്ള സ്ത്രീകൾ ഭർത്താവിൻ്റെ ജീവിതത്തിൽ ദാരിദ്ര്യമുണ്ടാക്കും എന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ് ഈ പറയാൻ പോകുന്ന 6 കാര്യങ്ങൾ പ്രിയപ്പെട്ട സഹോദരിമാരുടെ ജീവിതത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ സ്വഭാവത്തിൽ നിന്ന് എത്രയും വേഗം മാറുകയും ഭർത്താവിൻ്റെ സമ്പത്തിൽ ഐശ്വര്യം ഉണ്ടാകാൻ നിങ്ങൾ കാരണമാവുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രിയപ്പെട്ട സഹോദരിമാരുടെയും ഭർത്താക്കന്മാരുടെ ഉപജീവന മാർഗങ്ങളിലും സാമ്പത്തിക സ്രോതസ്സുകളിലും പരിപൂർണമായ വിജയവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 1. എപ്പോഴും രോഗം അഭിനയിക്കുന്ന ഭാര്യ. അവളുടെ ഭർത്താവിൻ്റെ ഉപജീവന മാർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദാരിദ്ര്യത്തെ നൽകും എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഭർത്താവ് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഏതൊരു ആവശ്യവും ഭാര്യയുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുമ്പോൾ രോഗിയാണ്, തലവേദനയാണ്, അതല്ലെങ്കിൽ കാലുവേദനയാണ്, കൈവേദനയാണ് എന്നിങ്ങനെ രോഗമില്ലാതെ അഭിനയിക്കുക. രോഗമുള്ളവരുടെ കാര്യമല്ല, രോഗമില്ലാതിരുന്നിട്ട് പോലും ഭർത്താവ് പറയുന്ന കാര്യങ്ങൾ ചെയ്യുവാനുള്ള വൈമനസ്യം കൊണ്ട്, താല്പര്യക്കുറവ് കൊണ്ട് രോഗത്തെ എപ്പോഴും അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരി, അവളുടെ ഭർത്താവിൻ്റെ ജീവിതത്തിൽ ദാരിദ്ര്യമുണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 2. എപ്പോഴും ഒരുങ്ങുക. സൗന്ദര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി, മോടി പിടിപ്പിക്കുന്നതിന് വേണ്ടി എപ്പോഴും കണ്ണാടിയുടെ മുന്നിൽ നിന്നുകൊണ്ട് തൻ്റെ സൗന്ദര്യം ആസ്വദിക്കുകയും ആ സൗന്ദര്യത്തെ അമിതമായ നിലയിൽ ആവശ്യത്തിനുള്ള ഭർത്താവിൻ്റെ മുന്നിൽ ഒരുങ്ങാൻ അനുവദനീയമാണ്. എന്നാൽ ആവശ്യത്തിലധികമായ നിലയിൽ ഓവറായിട്ട് ആ സൗന്ദര്യത്തെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി എപ്പോഴും കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുകയും അതിനുവേണ്ടി സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുകയും ചെയ്യുന്ന സഹോദരിമാരുടെ ജീവിതത്തിലും അവരുടെ ഭർത്താവിൻ്റെ ജീവിതത്തിലും ദാരിദ്ര്യമുണ്ടാകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഒരു 2ാമത്തെ കാര്യം പറയുമ്പോൾ വളരെയേറെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ മുന്നിൽ തൻ്റെ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കുന്നത് കൊണ്ട്, ഇസ്ലാമികമായ നിലയിൽ വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് യാതൊരുവിധ തെറ്റുമില്ല. ഉദാഹരണം, സുറുമ എഴുതുക, ഭർത്താവിൻ്റെ മുമ്പിൽ പൗഡർ ഉപയോഗിക്കുക, സുഗന്ധം പൂശുക, അതുപോലെ തന്നെ മൈലാഞ്ചി കയ്യിൽ അണിയുക. ഇത്തരത്തിൽ ഭർത്താവിൻ്റെ മുന്നിൽ നമുക്ക് ഭർത്താവിൻ്റെ മുന്നിൽ ഭാര്യയുടെ സൗന്ദര്യത്തെ പ്രകടമാക്കുന്ന നിലയിൽ, ഭർത്താവിന് തന്നോട് ആകർഷണമുണ്ടാകുന്ന നിലയിൽ ഭർത്താവുമായിട്ടുള്ള സുസുന്ദരമായ ഒരു ദാമ്പത്തിക ജീവിതത്തിൻ്റെ അടിത്തറ പാവുക എന്ന നിലയിൽ സൗന്ദര്യ വസ്തുക്കൾ ഉപയോഗിക്കുന്നത് കൊണ്ട്, ഇസ്ലാമികപരമായിട്ടുള്ള സൗന്ദര്യ വസ്തുക്കൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല. എന്നാൽ അതിനേക്കാൾ ഉപരി ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ എപ്പോഴും ഒരുങ്ങുന്ന സ്ത്രീകളെ കുറിച്ചാണ് നമ്മൾ 2ാമത് പറഞ്ഞിട്ടുള്ളത്. 3. ഭർത്താവിനെ കുറ്റപ്പെടുത്തുക. ഒന്നുകിൽ ഭർത്താവിൻ്റെ ശാരീരിക പ്രകൃതത്തെ മറ്റുള്ള അന്യപുരുഷന്മാരുടെ ശരീര സൗന്ദര്യം കാണുമ്പോൾ അവരുമായി കമ്പയർ ചെയ്യുകയും ഭർത്താവിനെ മാനസികമായി തകർക്കുന്ന നിലയിൽ, വ്യക്തിഹത്യ ചെയ്യുന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ സൗന്ദര്യത്തെ കുറച്ച് കാണിക്കുകയോ അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ധൈര്യത്തെയോ സാമ്പത്തികമായ നേട്ടമുണ്ടാക്കുന്നതിനുള്ള കഴിവിനെയോ മറ്റുള്ള ഏതെങ്കിലും തരത്തിലുള്ള കഴിവിനെയോ കുറച്ച് കാണുകയും മറ്റുള്ള അന്യപുരുഷന്മാരുടെ കഴിവുമായി കമ്പയർ ചെയ്യുകയും അവരെ ഉയർത്തുകയും അവരെ പുകഴ്ത്തുകയും ഭർത്താവിനെ ഇകഴ്ത്തുകയും ചെയ്യുന്ന തരത്തിലുള്ള സ്വഭാവമുള്ള സ്ത്രീയുടെ ജീവിതത്തിലും ദാരിദ്ര്യമുണ്ടാകും. അവളുടെ ഭർത്താവിൻ്റെ ഉപജീവന മാർഗത്തിൽ ദാരിദ്ര്യമുണ്ടാകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. 4. സാധനങ്ങൾ വാങ്ങുന്നതിൽ, സാധന സാമഗ്രികൾ വാങ്ങുന്നതിൽ ആർത്തി കാണിക്കുക. ആവശ്യത്തിനുള്ള വസ്തുക്കളെക്കാൾ ഉപരി അനാവശ്യമായ കാര്യങ്ങൾ, വീട്ടിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കൂടി നേരത്തെ അത് വാങ്ങിച്ചു വെക്കുന്നതിന് വേണ്ടി എപ്പോഴും വ്യഗ്രത കാണിക്കുകയും വാശി പിടിക്കുകയും ആർത്തി കാണിക്കുകയും ഒക്കെ ചെയ്യുന്ന സ്വഭാവമുള്ള സഹോദരിയുടെ ജീവിതത്തിലും അവളുടെ ഭർത്താവിൻ്റെ ജീവിതത്തിലും ദാരിദ്ര്യമുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന ജീവിതത്തിൽ മാത്രമേ സന്തോഷവും സമാധാനവും നിത്യമായി ഉണ്ടാവുകയുള്ളൂ. എന്നാൽ എത്ര കിട്ടിയാലും തൃപ്തിപ്പെടാത്ത ഒരു മനസ്സിന് ഒരിക്കലും സന്തോഷവും സമാധാനവും ഉണ്ടാവുകയില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. 5ാമത്തെ കാര്യം, ചെയ്ത നന്മയെ എടുത്തു പറയുക.
ഭർത്താവിന്റെ സാമ്പത്തികമായ പരാധീന അവസ്ഥയിൽ സാമ്പത്തികമായി വളരെ പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഭാര്യ വീട്ടുകാർ അദ്ദേഹത്തിന് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ പിന്നീട് വഴക്ക് കൂടുമ്പോഴും അവർ തമ്മിൽ തെറ്റുമ്പോഴും എൻ്റെ വീട്ടുകാർ നിങ്ങൾക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തന്നല്ലോ എന്ന് വീമ്പ് പറയുക, എന്ന് അഭിമാനത്തോടുകൂടി പറയുകയും ഭർത്താവിനെ മാനസികമായി തകർക്കുന്ന വ്യക്തിഹത്യ ചെയ്യുകയും ചെയ്യുന്ന പെണ്ണിന്റെ ജീവിതത്തിലും ദാരിദ്ര്യമുണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെങ്കിൽ ഭർത്താവിന് ഏതെങ്കിലും സമയത്ത് മറ്റുള്ള സാമ്പത്തിക സഹായം തന്നെ ആവണമെന്നില്ല, മറ്റുള്ള ഏതെങ്കിലും ഒരു സഹായം ഭർത്താവിന്റെ സാഹചര്യങ്ങളിൽ അദ്ദേഹത്തെ സഹായിക്കുന്ന നിലയിൽ ഭാര്യയുടെ ഭാഗത്തു നിന്നോ ഭാര്യയുടെ കുടുംബത്തിൽ നിന്നോ ഉണ്ടാവുകയും അത് എപ്പോഴും ഇങ്ങനെ എടുത്തു പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സ്ത്രീയുടെ ഭർത്താവിന്റെ ജീവിതത്തിൽ ദാരിദ്ര്യമുണ്ടാകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ആറാമത്തെ കാര്യം, ഭർത്താവ് ശാരീരിക ബന്ധത്തിന് വേണ്ടി വളരെ ആഗ്രഹത്തോടു കൂടി വിളിക്കുമ്പോൾ മെൻസസ് പോലെയുള്ള കാര്യകാരണങ്ങൾ ഇല്ലാതിരിക്കുന്ന ശാരീരിക ബന്ധത്തിന് സന്നദ്ധയാകേണ്ട സാഹചര്യങ്ങളിൽ പോലും ഭർത്താവിനെ അനുസരിക്കാതെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാതെ കിടന്നുറങ്ങുന്ന പെണ്ണിന്റെ ജീവിതത്തിലും ദാരിദ്ര്യമുണ്ടാവും. എന്നാൽ മെൻസസ് പോലെയുള്ള ഇസ്ലാമികമായ കാഴ്ചപ്പാടിൽ ലൈംഗിക ബന്ധം പാടില്ലാത്ത സമയങ്ങളിൽ ഇത്തരത്തിൽ ഭർത്താവ് ആവശ്യപ്പെട്ടാലും സ്ത്രീക്ക് അത് തടയാനുള്ള അവകാശമുണ്ട്.